ആ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റപ്പോഴേ ഒരു വലിയൊരു വാർത്ത കേട്ടു. വളരെയധികം സന്തോഷം തോന്നി. ഇന്നലെ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖം തോന്നിയൊരു വാർത്തയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് അന്വേഷിക്കാൻ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ഗുണ്ട വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത്. ഇന്ന് രാവിലെ കേട്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ പോലീസിനെ ആക്രമിച്ച് ഓടാൻ ശ്രമിച്ചു. അവനെ ടിഷ്യൂ എന്ന് പറഞ്ഞെങ്കിൽ കാച്ചിക്കളഞ്ഞു. അതോടുകൂടിയിട്ട് അവൻ വടിയായി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള ഒരു ATM കൊള്ളയടിച്ചിട്ട് പണവും കൊണ്ടുപോകുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അങ്ങനെ പണവും കൊണ്ട് പോകുമ്പോൾ ഇവരുടെ വണ്ടി തമിഴ്നാട്ടിൽ വെച്ചിട്ട് അപകടത്തിൽപ്പെടുകയാണ്. അപ്പോൾ ഈ തമിഴ്നാട് പോലീസിനൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയും പ്രതീക്ഷിച്ച് അവരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു അപകടം നടക്കുന്നത്. ആ അപകടം നടന്ന് പോലീസുകാർ ഇത് അന്വേഷിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവന്മാർ തോക്കെടുത്തിട്ട് ചൂണ്ടാൻ തുടങ്ങി. ഒന്നും നോക്കിയില്ല. അവിടെയുള്ള പോലീസുകാരൻ നേരെ പോയിട്ട് തോക്കെടുത്തിട്ട് ഇവന്മാരെ അങ്ങ് വെടിവെച്ചു. അതോടുകൂടിയിട്ട് തന്നെ ഒരുത്തൻ്റെ കാറ്റെങ്കിലും കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം കൈയോടുകൂടി പിടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്വയം രക്ഷയാണോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസ് അന്വേഷിക്കാൻ പോയപ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടത്. അപ്പം അയാളെ പോലും വെറുതെ വിടാതെ ഇങ്ങനെയുള്ള അക്രമി സംഘങ്ങളെ അവരെ ആക്രമിക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയാണ്. ഒരിക്കലും നമുക്ക് ആ പോലീസുകാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ നേരെ മറിച്ച് നമുക്കൊക്കെ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്ന ചില കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരുപാട് ഇതുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഇല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു കുറ്റവാളി ജയിലിൽ ചാടിയപ്പോൾ ഇവിടെ എത്രമാത്രം അമ്മമാരുടെ മനസ്സിലാണ് ആദ്യമായത്. എത്രമാത്രം അമ്മമാരാണെന്ന് ട്രെയിനിൽ വരുന്ന മക്കളെ വിളിച്ച് പറഞ്ഞത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഏറ്റവും കൂടുതൽ കോള് പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അന്ന് രാവിലെ മുതൽ പെമ്മക്കൾക്ക് തന്നെയാണ്. ഓരോ സ്ഥലത്തും പോയിട്ട് ട്രെയിനിൽ വരുന്ന മക്കളോട് മോളെ ഗോവിന്ദസ്വാമി ജയിലിൽ ആടിയിട്ടുണ്ട് പോലും ഒന്ന് നോക്കണേ എന്ന് എല്ലാവരും. അതുമാത്രവുമല്ല, അന്ന് ഗോവിന്ദസ്വാമീനെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഈ എന്താ പറയുക ട്രെയിൻ യാത്ര പോലും റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയും ഭയമാണ്, അതായത് ഒരുത്തൻ ജയിലിൽ ചാടിയപ്പോൾ ഇത്രയും ഭയമാണ് നമുക്ക് തോന്നിയത്. പിന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയമായി. അപ്പോഴെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലൂടെ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങളെല്ലാവരും പോലീസാകണം, നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കാൻ നടക്കണം. കാരണം ഗോവിന്ദസ്വാമി എന്ന് പറയുന്നവൻ കൊടും കുറ്റവാളിയാന്ന് അരുൺ കുമാറിന്റെ വക നമ്മളൊക്കെ ശരിക്കും ഭയന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ചു എന്നുള്ളൊരു വാക്കാണ് കേട്ടത്. പക്ഷെ എന്തിനി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ഞാൻ നമ്മുടെ തമിഴ്നാട് പോലീസിനെ ഇതൊന്ന് ഓപ്പണായി പറഞ്ഞുകൂടപ്പ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് ബാക്കി ഊഹിച്ചെടുക്കുക. എനിക്കിത് ഞാൻ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബില്ല ചൊറിയാവുകയാണെന്ന്. എന്താ വെച്ചാൽ അമ്മക്കല്ലേ മലയാളം അറിയാണ്ടുള്ളൂ, ഇതെല്ലാം പരിശോധിക്കുന്നവർക്കെല്ലാം മലയാളം അറിയാമെന്ന്. പിന്നെ നിയമം പറയലായിരിക്കും, അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വിട്ടുകള, അതൊക്കെ ഞാൻ പറയുന്നില്ല എന്നാലേ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് തന്നെയാണ്, ആശകളെല്ലാം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ചില പോലീസുകാരെയൊക്കെ കാണുമ്പോൾ, കുറച്ചു കാലം മുമ്പ് നമ്മുടെ കർണാടകയിൽ ഇതേപോലെ ഒരു സംഭവം നടന്നിരുന്നു. അതായത് 5 വയസ്സ് 6 വയസ്സങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഒരുത്തൻ കൊലപ്പെടുത്തുകയാണ്. കൊലപ്പെടുത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വനിതാ ഇൻസ്പെക്ടറാണ്. അവർ നല്ല ഭയങ്കരമാണ്. അവരങ്ങനെ പോയിട്ട് പ്രതി ഓടി രക്ഷപ്പെടുകയാണ്. അവരെ ആക്രമിച്ചു, പോലീസ് അവരെ ആക്രമിച്ചു. അവരപ്പോൾ ഒന്നും നോക്കിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയ കുഞ്ഞിനെ ആക്രമിച്ച ആ ഒരു പ്രതിയെ പിന്നെ അവർക്ക് പിടിച്ച് ഉമ്മോക്കാനൊന്നും കഴിയില്ല. അതാണ് ഒരാളിപ്പം നമ്മളെ നേരെ ചാടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് എടുത്തിട്ട് ഓടും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കല്ലം കൊടുത്തിട്ടെങ്കിലും പിടിക്കും. എന്നെ എന്തെങ്കിലും ചെയ്താലേടാ ഞാൻ അങ്ങോട്ടും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ. അതാണ് ശരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതായത് നമ്മുടെ പോലീസുകാർക്കും പാവങ്ങളിൽ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറും തല്ലും ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞ് സ്വയം രക്ഷ നോക്കുക, മനസ്സിലായ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗുണ്ടകളുടെ പേരും ഇപ്പോൾ റീൽസൊക്കെയാണ് ഗുണ്ടകൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് കോടതിൻ്റെ വളർത്തുന്ന റീൽസ് എടുത്തിട്ട് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസുകാരോടുള്ള വെല്ലുവിളിയാണ്. അതായത് നീയൊക്കെ പോടാ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാന്ന് പറയുന്ന പോലെ മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഗുണ്ടകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട ഒരു ഇതുമില്ല. കാരണം ഈ നാട് എന്ന് പറയുന്നത് നല്ലതായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല തോന്നിയവാസവും കാണിച്ച് വലിയ വലിയ പേരുമിട്ട് നാടിൻ്റെ പേര് വരെ കൂട്ടിയിട്ട്, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ചില സ്ഥലം അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. അതായത് നല്ല രീതിയിൽ ജീവിച്ചിട്ട് അവിടെ ഒരു പെണ്ണ് കെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ പെണ്ണില്ല.
അതായത് ചില ഗുണ്ടകളുടെ പേരിനോട് ചേർന്നിട്ടാണ് അവരുടെ പിന്നെ എന്താ പറയുക ആ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് പെണ്ണ് ചോദിക്കാൻ ആളില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എന്താ പറയുക ആൾക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആരാധന പോലെയാണ്. അതായത് അവർക്കെന്തോ ഈടെ ജീവിക്കണമെങ്കിൽ ഗുണ്ടകൾ വേണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗുണ്ടകളാണ് എന്നുള്ള തരത്തിൽ. അപ്പം അങ്ങനെ ഒരു ഇതും കൊടുക്കരുത്. നമ്മളൊക്കെ കാണുന്നില്ലേ വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും പറയുന്നല്ലോ, വിദേശ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും നടക്കാത്തത്? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണ് മക്കളെ. അതുകൊണ്ട് അവിടെയൊന്നും ഉള്ളവൻ അങ്ങനെ കളിക്കത്തില്ല. ഇവിടെ ഇപ്പോഴും നമ്മളിപ്പോൾ ഈ രാവിലെ റോഡിലൂടെ പോകുന്നു. ഈ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലെത്തുന്ന ആലോചിക്കുന്നുണ്ടോ? പക്ഷെ എത്തിയാൽ എത്തിയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്നറിയില്ലേ? അതായത് ഓരോ കാലമാടന്മാരുടെ അതിൻ്റെ അകത്ത്, അതായത് ഈ വണ്ടി എടുത്ത് പിന്നെ പുറത്തേക്ക് വിടുമ്പോൾ, ഇപ്പോൾ ഒരു ബസ് എടുത്തിട്ട് വിടുമ്പോൾ ഈ ചില അവൻ പറയുന്നത് എന്താ പറയുമ്പോൾ അവൻ ഒന്നിനും നോക്കുന്നില്ല അവൻ. അതായത് ഈ പ്രൈവറ്റ് ബസ്സുകാർ തീരെ നോക്കുന്നില്ല, രാവിലെ കോഴി വണ്ടിക്കാർ തീരെ നോക്കുന്നില്ല, മീൻ വണ്ടിക്കാരുടെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്നറിയാം, അവന്മാരൊക്കെ പിന്നെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപ്പൻ്റെ വകയാണെന്ന അവന്മാരുടെ വിചാരം. ഈ മീൻ വണ്ടിക്കാർ എമ്മാതിരി സ്പീഡിലാണ് അവന്മാരെല്ലാം പോകുന്നത്. അപ്പൊ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാക്കുമ്പോൾ, ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ പാർസൽ ലോറി ഇടിച്ചിട്ട് 2 ആൾ മരിച്ചിട്ടുണ്ട്. അതായത് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇരുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ടാണ് കയറിയത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക, അതായത് ഭീമമായ പിഴ ചുമത്തുക. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വീടും പറമ്പും വരെ പോകുന്ന തരത്തിലുള്ള പിഴയായിരിക്കണം. ഇവനൊന്നും ജീവിതത്തിൽ പിന്നെ അങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പിന്നെ ഗൾഫ് കൺട്രിയിൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെയുള്ള മലയാളികളാണെങ്കിലും അവർ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ വണ്ടി ഓടിക്കൂ. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള ശിക്ഷകളും പിഴകളും ഓർത്താണ്. ആ ഒരു ഭയം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പോയിട്ട് വരട്ടെ മക്കളെ എന്നൊരിക്കലും പറയണ്ട. കാരണം ഏത് തരത്തിലാണ് ഇത് വരിക എന്ന് പറയാൻ പറ്റൂല, ഏത് തരത്തിലാണ് ഇങ്ങനെ വരിക എന്ന് പറയാൻ പറ്റൂല. കാരണം ഒരാൾക്ക് പോലും ഒരു വിലയുമില്ല ജീവനിൽ എന്നുള്ളതാണ്. കുറേ പട്ടി അടിച്ചിട്ടും പോകും, കുറേ ഇതുപോലെ വണ്ടി ഇടിച്ചിട്ടും പോകും, പിന്നെ കുറേ ഇതുപോലെ ഗുണ്ടകളായിട്ടും പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്, അതായത് പോലീസിനെ ആക്രമിച്ച ആ അക്രമിയെ തമിഴ്നാട് പോലീസ് ചെയ്തതിൽ നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രയും വലിയൊരു ഇൻസ്പെക്ടറെ ഒരുത്തൻ ആക്രമിക്കണമെങ്കിൽ അവൻ എമ്മാതിരി പോകൃത്തം ചെയ്യുന്നവനായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ അവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. ഈ പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ എന്നാ തള്ളയെത്തി കഴിഞ്ഞാൽ 2 ആൾക്കാരുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇവിടെയാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറ്റം പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാകും. അങ്ങനെയൊക്കെ ഇവിടെയും ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആൾക്കാരുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാലക്കാട് നഗരത്തിൽ ഒരു സ്ത്രീയെ കഴുത്തറുത്ത് കൊന്ന 2 പേരുണ്ടായിരുന്നു. അതിലൊരാളെ മാത്രമാണ് ശിക്ഷിച്ചത്. ഒരാൾ ഈ പിന്നെ ലോക്കപ്പ് മർദ്ദനത്തില അല്ലെ പിടിക്കുമ്പോഴാണ് അങ്ങനെ ഒരാൾ മരിച്ചു പോയിട്ടായിരുന്നു. അപ്പോൾ ആ മരിച്ചു പോയതിന് ശേഷം തന്നെ ആ പോലീസുകാർ ഒരുപാട് വിഷമിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർ ജോലി പോയി, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസുകൾ വന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർ പിടികൂടിയിട്ട് ഒരു പ്രതിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും ഇവർക്കാണ് റിസ്ക്, ശരിക്കും പോലീസുകാർക്കാണ്. കാരണം പോലീസുകാരാണ് പിന്നെ തൂങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും എന്ന് പറഞ്ഞാൽ പ്രതിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമുക്ക് പ്രതികരിക്കാൻ തോന്നും, പക്ഷേ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ അനുവാദമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്കങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ, അതാ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.